നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, നന്ദിയോടെ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നപ്പാ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനാ സമയത്തിനായിട്ട് കൊടാനുകൂടി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, ചുരുക്കം ചിലരായി ഞങ്ങൾക്ക് അങ്ങയുടെ സന്നിധിയിലായിരിപ്പാണ്ടക്കോണം അവിടുന്ന് ഒരുക്കിയ വിലയേറിയ അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, അങ്ങേ ആരാധിക്കുന്നു കർത്താവേ. അനേകർക്ക് ലഭിക്കാത്ത ഭാഗ്യം ഹല്ലേലൂയ ഞങ്ങളുടെ തലമുറകൾക്ക് അവിടുന്ന് തുറന്നു തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ. ഒരു മനസ്സോടെ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വചനവുമായിട്ട് നിൽക്കുമ്പോൾ വചനത്തിലൂടെ ഹല്ലേലൂയ അങ്ങയുടെ മക്കളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഇന്നത്തെ യുവ തലമുറ നേരിടുന്ന ഒരു വലിയ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ പരിശുദ്ധാത്മാവേ, സ്വർഗത്തിന് സംസാരിക്കാനുള്ളത് പ്രിയ മക്കളോട് സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. സംസാരിക്കുന്ന അടിയാളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. കേൾക്കുന്ന നിന്റെ മക്കളുടെ ഹൃദയ നിലങ്ങളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു. അവിടുത്തെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. അവിടുന്ന് സംസാരിക്കണം, ബലപ്പെടുത്തണം. സകല മാനവും മഹത്വവും അവിടത്തേക്ക് ക്രിസ്തേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മൾ ഇന്ന് ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഭക്ഷണം നിങ്ങളുടെ നിയോഗത്തിലേക്കുള്ള യാത്രയ്ക്ക് തടസ്സമാകുമോ, അതൊരു കെണിയാണോ എന്നാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുവാനായിട്ട് പോകുന്നത്. ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഒത്തിരി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ ആലോചന ചോദിക്കുകയുമൊക്കെ ചെയ്തു. വലിയ പ്രയാസമായിരുന്നു എനിക്ക് എന്തെങ്കിലും വെളിപ്പാടുകൾ, ദർശനങ്ങൾ വചനത്തിൽ നിന്നൊക്കെ ലഭിക്കുവാനായിട്ട് വലിയ പ്രയാസമായിരുന്നു. ഞാനപ്പോൾ എന്ത് സംസാരിക്കുമെന്ന് ഒത്തിരി ഭാരപ്പെട്ടു. എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് വലിയ അറിവില്ല. പഴയ നിയമത്തിൽ കുറേ ഭക്ഷണ വസ്തുക്കൾ അശുദ്ധമായതാണ്, നമ്മളത് ഉപയോഗിക്കുവാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ലേവ്യ പുസ്തകം 11-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാം. അശുദ്ധമായിട്ടുള്ളത് കുളമ്പ് പിളർന്ന ജീവികൾ, ഇങ്ങനെ പലതിനെയും ഭക്ഷിക്കരുത്. പന്നി ഭക്ഷിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ ലേവ്യ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ പുതിയ നിയമത്തിലെ പൗലോസ് തിമോഥെയോസിന് ലേഖനമൊക്കെ എഴുതുമ്പോൾ എല്ലാ ഭക്ഷണവും നമുക്ക് ഉപയോഗിക്കാം, ഭക്ഷണം മനുഷ്യന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞുള്ള വാക്യങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഇതിൽ എന്താണ് നിങ്ങളോട് സംസാരിക്കേണ്ടത്? പ്രത്യേകിച്ച് എനിക്ക് പേഴ്സണലി, വ്യക്തിപരമായിട്ട് വളരെയധികം ഭാരമുള്ള ഒരു മേഖലയാണ് ഈ ഭക്ഷണം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെ വളരെ ക്രമം തെറ്റിയ രീതിയിലാണ് ഭക്ഷണക്രമം എന്ന് പറയുന്നത്, വളരെ ക്രമം തെറ്റിയ രീതിയിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ഇന്നത്തെ തലമുറ ഭക്ഷണത്തെ കാണുന്ന രീതി ശരിയാണോ എന്ന് എപ്പോഴും ആലോചിക്കുകയും ചെയ്യാറുണ്ട്. ഇന്ന് രാവിലെയാണ് എനിക്ക് ഈ വചനത്തെക്കുറിച്ച് കുറേ റെവലേഷൻസ് കർത്താവ് തരുന്നത്, കുറേ റെഫറൻസുകളൊക്കെ തരുന്നത്. അതുവരെയും ഞാൻ ഭാരത്തിലായിരുന്നു, എന്താണ് നിങ്ങളോട് സംസാരിക്കുക എന്ന് ഓർത്തിട്ട്. ഞാൻ കിട്ടിയ റെവലേഷൻസ് അല്ലെങ്കിൽ വചനങ്ങൾ, വേദപുസ്തകത്തിലുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ അടുക്കി എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കർത്താവ് സംസാരിക്കുമ്പോഴൊക്കെയും എനിക്ക് മനസ്സിലായി, എങ്ങനെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ലെങ്കിലും ഈ ഭക്ഷണം ഒരു കെണിയാണ് എന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇവിടെ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുകയാണ്, സകല വിശ്വാസിയുടെ ജീവിതത്തിലെ സകല അടിസ്ഥാന പ്രശ്നങ്ങൾക്കും കാരണം നിങ്ങൾ വിശ്വാസത്തിൽ തെന്നിപ്പോകും, നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം തെന്നിപ്പോകുന്നത്, നിങ്ങൾക്ക് വിശ്വാസം കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നത്, പ്രാർത്ഥനാ ജീവിതത്തിൽ ക്രമം പാലിക്കേണ്ടി വരാത്തത്, ഇവിടെയെല്ലാം നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ട ഒരു മേഖലയാണ് നിങ്ങളുടെ ഭക്ഷണക്രമമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആദ്യമേ ആലോചന പറയുകയാണ്. അത്രയും ഇമ്പോർട്ടൻസ് ഈ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് വചനത്തിൽ കിടക്കുന്നുവെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. എൻ്റെ അറിവ് പരിമിതമാണ്. നിങ്ങൾ ഈ ഭാഗങ്ങൾ അല്ലെങ്കിൽ വചനം നിങ്ങൾ വീട്ടിൽ പോയിട്ട് ധ്യാനിക്കണം. എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കെണികൾ ഉള്ളത്? നമുക്കൊരു പക്ഷേ അറിയത്തില്ലായിരിക്കും. അമിത ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾക്ക് മാത്രമായിരിക്കും തിരിച്ചറിയാൻ പറ്റുക അവരൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ എല്ലാവരും ജീവിതങ്ങളെ തിരിഞ്ഞു നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ തടസ്സം നേരിട്ടാൽ, നിങ്ങൾക്ക് ദർശനങ്ങൾ ലഭിച്ചുകൊണ്ടിരുന്നു, എന്നിട്ട്
അതിൽ തടസ്സം നേരിട്ടാൽ, ദർശനത്തിന്റെ ക്ലാരിറ്റി പോയാൽ, വചനത്തിന്റെ റെവലേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നു, ക്ലാരിറ്റി നഷ്ടപ്പെടുന്നു. പ്രവചന ശബ്ദങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു, പ്രവചനങ്ങൾ നിന്നു പോകുന്നു, അല്ലെങ്കിൽ പ്രവചനങ്ങൾ മാനിപ്പുലേറ്റ് ആകുന്നു, ദർശനങ്ങൾ മാനിപ്പുലേറ്റ് ആകുന്നു, സ്വപ്നങ്ങളിൽ ഈവിൾ അറ്റാക്കുകൾ ഉണ്ടാകുന്നു. സകല മേഖലകളിലും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണക്രമമാണ്. നിങ്ങളുടെ ഭക്ഷണക്രമത്തിലൂടെ സാത്താൻ വലിയ തോതിൽ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തെ, നിങ്ങളുടെ നിയോഗത്തേക്ക് അടിച്ച് തെറിപ്പിക്കുമെന്ന് ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ വചനം നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ വായിക്കുമ്പോൾ, ആദിയിൽ ദൈവം ആദാമിനെയും ഹൗവയെയും സൃഷ്ടിച്ചു. എന്നിട്ട് ഏദൻ തോട്ടമുണ്ടാക്കി, അവരെ തോട്ടത്തിലാക്കി, ഒത്തിരി ഫലവൃക്ഷങ്ങളൊക്കെയുള്ള തോട്ടത്തിലാക്കിയിട്ട് അവരോട് ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ വചനം വായിക്കുമ്പോൾ നമുക്കറിയാം സാത്താൻ എങ്ങനെയാണ് ആദാമിനെയും ഹൗവയെയും നിയോഗത്തിൽ നിന്ന് തള്ളി താഴെ ഇട്ടതെന്ന് ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ആദിമ കാലം മുതലേ സാത്താന്റെ ഒരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഭക്ഷണത്തിലൂടെ വിശ്വാസിയെ അവന്റെ പർപ്പസിൽ നിന്ന്, നിയോഗത്തിൽ നിന്ന് തള്ളി താഴെയിടാൻ പറ്റുമെന്ന് സാത്താന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ ഹവ്വയുടെ അടുത്ത് വന്ന് സംസാരിക്കുകയാണ്. എന്നിട്ട് അവളെ പ്രലോഭിപ്പിക്കുകയാണ്, അവളോട് സംസാരിക്കുകയാണ്, ഈ വൃക്ഷത്തിന്റെ ഫലം കഴിച്ചാൽ നീ മരിക്കത്തില്ല, ഒരു കാലത്ത് മരിക്കത്തില്ല, എന്നേക്കും ജീവിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രലോഭിപ്പിച്ചിട്ട് ഹൗവ ആ ഭക്ഷണം, ആ ഫ്രൂട്ട് പറിച്ചു കഴിക്കുന്നു. എന്നിട്ട് ഭർത്താവിനും കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുവരെയും ദൈവ സാന്നിധ്യത്തിന്റെ തണലിലായിരുന്ന ആദാമും ഹൗവയും വൈകുന്നേരങ്ങളിൽ വെയിലാറുമ്പോൾ ദൈവത്തോട് നേരിട്ട് സംസാരിച്ചിരുന്ന ആദാമും ഹൗവയും നിയോഗത്തിൽ നിന്ന് താഴെ വീണ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഭൂമിയിൽ എല്ലാ ചരാചരങ്ങളെയും വാഴുവാനായിട്ട് ദൈവം സൃഷ്ടിച്ച ആദാമും ഹൗവയും ഈ ഭൂമിയിൽ പിന്നീട് പാമ്പിനോട് യുദ്ധം ചെയ്ത് ആരാണോ അവരെ തള്ളിയിട്ടത് അവനോട് യുദ്ധം ചെയ്ത് അധ്വാനിച്ച് ജീവിക്കേണ്ടിയ ഒരു സാഹചര്യത്തിലേക്ക്, നിയോഗത്തിൽ നിന്ന് താഴെ വീണ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീടുള്ള ആദാമിന്റെയും ഹൗവയുടെയും ജീവിതം നമുക്ക് അറിയാം. ഇതുപോലെ വേദപുസ്തകത്തിൽ ഏതൊക്കെ മേഖലകളിൽ ഒരു ഹെവി പർപ്പസ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ ആ വ്യക്തിയുടെ മേൽ സാത്താൻ നോട്ടമിടും. അവൻ ആ വ്യക്തിയെ തള്ളിയിടുവാനായിട്ട് നോക്കുന്നത്, ഏറ്റവും ആദ്യം ട്രൈ ചെയ്യുന്നത് ഭക്ഷണത്തിലൂടെയാണ് ആ വ്യക്തിയെ താഴെ ഇടുവാനായിട്ട് നോക്കുന്നത്. വചനം പഠിക്കുമ്പോൾ പഴയ നിയമം പഠിക്കുമ്പോൾ, പുറപ്പാട് പുസ്തകത്തിലൊക്കെ വരുമ്പോൾ, ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ യാക്കോബിനെയും ഏശാവിനെയും നമുക്ക് നന്നായിട്ട് അറിയാം. നമുക്കറിയാം യാക്കോബ് ഗോത്ര പിതാവാണ്. 12 ഗോത്രങ്ങളുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് യാക്കോബാണ്. ഇസഹാക്കിന്റെ 2 മക്കളാണ് ഏശാവും യാക്കോബും. ഇതില് മൂത്ത മകൻ ഏശാവാണ്. നമുക്ക് വചനത്തിൽ സൺഡേ സ്കൂൾ കാലം മുതലേ നമുക്ക് പഠിക്കുന്ന ഒരു കാര്യമാണ്. ഏശാവ് തനിക്ക് വിശന്ന് കയറി വന്നപ്പോൾ ഞാൻ ഇപ്പോൾ മരിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ സഹോദരൻ ആ സമയത്ത് പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ തൻ്റെ ജ്യേഷ്ഠാവകാശം വിറ്റിട്ട് പായസം കുടിച്ചിട്ട് തൻ്റെ നിയോഗത്തിൽ നിന്ന് താഴെ വീണ് പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യഹൂദന്മാരുടെ ക്രമം അനുസരിച്ച്, വ്യവസ്ഥ അനുസരിച്ച്, ന്യായ പ്രമാണം അനുസരിച്ച് ഒരിക്കലും തുച്ഛീകരിച്ചു കളയുവാൻ പാടില്ലാത്ത ഒരു അവകാശമാണ് ജ്യേഷ്ഠാവകാശം എന്ന് പറയുന്നത്. ഇരട്ടി അവകാശം ആണ് ജ്യേഷ്ഠന്, മൂത്ത പുത്രന് ലഭിക്കുക. ഒരു പക്ഷേ ഗോത്രപിതാവെന്ന് അറിയപ്പെടേണ്ട ഏശാവ്, 12 ഗോത്രങ്ങളുടെ പിതാവെന്ന് അറിയപ്പെടാൻ അർഹതയുണ്ടായിരുന്ന ഏശാവ് തൻ്റെ പർപ്പസിൽ നിന്ന് വീണു പോവുകയാണ്. കുറച്ച് പായസത്തിന് വേണ്ടി, തനിക്ക് ഒരു വിശപ്പടക്കുവാൻ അല്ലെങ്കിൽ കൊതി വന്നതുകൊണ്ട് കുറച്ച് പായസം ഭക്ഷിച്ചതിൻ്റെ പേരിൽ അവൻ നിയോഗത്തിൽ നിന്ന് താഴെ വീണു പോകുന്നു. ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെട്ട് പോകുന്നതായിട്ട് നമുക്ക് വചനത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓരോ കാലഘട്ടത്തിലൂടെ ബൈബിളിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്കറിയാം
ഭക്ഷണം എത്രത്തോളം വ്യക്തികളുടെ ജീവിതത്തിൽ കെണിയായിരുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പഴയ നിയമത്തിൽ പ്രത്യേക നിയോഗവുമായിട്ട് ദൈവം എഴുന്നേൽപ്പിക്കുന്ന വ്യക്തികളോട് ദൈവം ചില ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ന്യായാധിപന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ ശിംശോന്റെ ജീവിതം നമുക്ക് അറിയാം. ശിംശോൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ തന്നെ അവൻ ഇസ്രായേലിനെ ഫെലിസ്ത്യരിൽ നിന്ന് വിടിവിക്കുവാൻ വേണ്ടി ഒരു നിയോഗവുമായിട്ട് ദൈവം അയച്ച ഒരു വ്യക്തിയാണ് ശിംശോൻ എന്ന് പറയുന്നത്. ശിംശോൻ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുൻപേ തന്നെ ദൈവത്തിൻ്റെ ദൂതൻ ശിംശോന്റെ അമ്മയ്ക്ക്, മനോഹയുടെ ഭാര്യയ്ക്ക് പ്രത്യക്ഷനായിട്ട് അവളോട് സംസാരിക്കുകയാണ്. അവളോട് പറയുന്നു, ശിംശോൻ അവൻ ഉദരത്തിൽ വച്ച്, അമ്മയുടെ ഗർഭത്തിൽ വച്ച് തന്നെ നാസീറായിരിക്കും. അതുകൊണ്ട് അവൻ മദ്യവും വീഞ്ഞും തൊടുവാനായിട്ട് പാടില്ല. അതുകൊണ്ട് തന്നെ അമ്മയും അത് ഉപേക്ഷിക്കണം. അതുകൊണ്ട് ഗർഭത്തിൽ വച്ച് തന്നെ അവൻ വിശുദ്ധനായിട്ട് നാസീറായിട്ട് പുറത്തു വരേണ്ട മകനാണ്. അതുകൊണ്ട് ഈ മദ്യവും വീഞ്ഞുമൊക്കെ ഉപേക്ഷിക്കണമെന്ന് ഈ ശിംശോന്റെ അമ്മയോട് ദൈവദൂതൻ വന്ന് അരുളപ്പാട് കൊടുക്കുന്നത് നമുക്ക് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. ഈ ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ അലേർട്ടാവേണ്ട കാര്യമുണ്ട്. സാത്താൻ എത്രത്തോളം ഭക്ഷണത്തിലൂടെ നിങ്ങളുടെ നിയോഗത്തെ തെറ്റിച്ചു കളയുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വന്നാൽ, പുതിയ നിയമത്തില് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുകയാണ്, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും പോന്നു. ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങി ആ ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 28-ാം വാക്യം പറയുന്നു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, സോദോം ഗോമോറ നശിപ്പിക്കപ്പെട്ട സംഭവം നമുക്ക് വളരെ വ്യക്തമായിട്ട് വചനത്തിൽ നമുക്ക് അറിയാവുന്നതാണ്. അവിടെ യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഈ വിഷയം എടുത്തു പറയുമ്പോൾ അവിടെ പറയുന്നത് അവര് തിന്നുകയും കുടിക്കുകയും ചെയ്തു പോന്നു. അതുകൊണ്ട് അതൊരു പ്രധാനപ്പെട്ട കാരണമായിട്ട് യേശു കർത്താവ് എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ആ ദേശത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ആ സോദോം ഗോമോറ എന്ന് പറയുന്ന ദേശം വളരെയധികം മ്ലേച്ഛതയിലൂടെ കടന്നുപോയൊരു ദേശം. അവിടെ ഇല്ലാത്ത പാപങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ റൂട്ട് കോസ് എന്ന് നിങ്ങൾ പരിശുദ്ധാത്മാവിനോടൊന്ന് ആലോചന ചോദിച്ചാൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞു തരും. അവിടെ ഭക്ഷണം തിന്നുകയും കുടിക്കുകയും ചെയ്യുക, ഇതിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തികൾ അടങ്ങിയ ഒരു സമൂഹമായിരുന്നു സോദോം ഗോമോറ. ദൈവശബ്ദമുള്ളവരെ ചോദിച്ചു നോക്കിയാൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും അവരുടെ ജീവിതം ഇങ്ങനെ ആകുവാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഭക്ഷണമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പാപത്തിലേക്കും നിങ്ങളെ നയിക്കുവാനായിട്ട് ഭക്ഷണത്തിലൂടെ സാത്താന് സാധിക്കും. നമ്മളൊക്കെ ശുശ്രൂഷയിലൊക്കെ ആയിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മെസ്സേജ് കൊടുക്കുവാനായിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് നിൽക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ആലോചന തരുമ്പോൾ കർത്താവ് എന്നോട് തന്നത് ദാനിയേലിൻ്റെ പുസ്തകമാണ്. എന്നിട്ട് എന്നോട് പറഞ്ഞു, സ്വാദ് ഭോജനങ്ങളെ ഉപേക്ഷിക്കുക. അപ്പോൾ ഞാൻ ഉടൻ തന്നെ 21 ദിവസം, ഇന്ന് 21ാമത്തെ ദിവസം, 21 ദിവസത്തേക്ക് വെജിറ്റേറിയൻ ആകുവാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു. സ്വാദ് ഭോജനങ്ങളെ ഉപേക്ഷിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഇത്രയും ചെയ്തു കഴിഞ്ഞ ശേഷമാണ് ഈ മെസ്സേജിനായിട്ട് എന്നെ ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോൾ ഞാൻ ക്രമത്തിൽ നിൽക്കാതെ ഈ മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരിക്കലും എന്നെ അനുവദിക്കത്തില്ല. എത്രത്തോളം ക്രമത്തിലാണ് ഞാൻ കയറിയതെന്ന് എനിക്കറിയത്തില്ല. അത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഈ വചന ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ബലപ്പെടുത്തിയത്. അതുപോലെ ഈ ഡെലിവറൻസ് ശുശ്രൂഷകളൊക്കെ എടുക്കുമ്പോൾ ദൈവം അവരോട് ആവശ്യപ്പെടാറുണ്ട്, പ്രാർത്ഥനയാലും ഉപവാസത്താലും ജഡത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ ശുശ്രൂഷയെ ചെയ്യുവാനായിട്ട് സാധിക്കത്തില്ല. ഏറ്റവും ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഒത്തിരി പാപങ്ങൾ ഞാൻ കുഞ്ഞുങ്ങളോടൊക്കെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് പലതരത്തിലുള്ള പാപങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യൂ, 51-ാം സങ്കീർത്തനം വായിക്കൂ, 91-ാം സങ്കീർത്തനം വായിക്കൂ, ഇങ്ങനെ മാറി ഞാൻ പറഞ്ഞു കൊടുക്കും. പക്ഷെ ഒരിക്കലും അവരോട് അവരുടെ ഭക്ഷണത്തെ ശ്രദ്ധിക്കണം എന്ന് പറയുവാനായിട്ട് ഞാൻ ഓർത്തില്ല.
പക്ഷേ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടത് ഭക്ഷണമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ഭക്ഷണത്തിൽ ക്രമം തെറ്റിയ ഒരു വ്യക്തിക്ക് നിത്യരാജ്യം പോലും നഷ്ടപ്പെടുവാനായിട്ട് സാധ്യതയുണ്ടെന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ നാള് കള്ളനെ പോലെ കടന്നു വരും. ആ സമയത്ത് നിങ്ങൾ അതിഭക്ഷണത്താലും ഉപജീവന ചിന്തകളാലും മദ്യപാനത്താലും ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കെണിയായി പോയിട്ട് ആ കർത്താവിൻ്റെ നാള് വരുന്നത് നിങ്ങൾ അറിയാതെ പോകരുത് എന്ന് ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 34-ാം വാക്യത്തിൽ ദൈവം യേശു കർത്താവ് നമ്മളോട് സംസാരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ എൻ്റെ മുൻപിൽ ഒത്തിരി കുഞ്ഞുങ്ങൾ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ഭക്ഷണക്രമം എന്താണെന്ന് എനിക്കറിയത്തില്ല. പല തരത്തിൽ ഭക്ഷണക്രമം ഉള്ള വ്യക്തികളാണ് ഇരിക്കുന്നത്. എല്ലാവരും ക്രമത്തിലാണോ ഭക്ഷണം കഴിക്കുന്നത്? എല്ലാവരും ക്രമമില്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെയൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ, പ്രയർ ലൈഫിൽ അറ്റാക്കുകൾ നേരിടുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ഭക്ഷണക്രമത്തെയാണ്. ഇവിടെ ആയിരിക്കുന്നവരിൽ ചില വ്യക്തികൾക്കാണെങ്കിൽ ഭക്ഷണം തീരെ താല്പര്യമില്ലാത്ത വ്യക്തികളുണ്ട്. അതും ഒരു ഈവിൾ അറ്റാക്കാണ്. അവർക്ക് ഭക്ഷണം കഴിക്കുവാനേ പറ്റത്തില്ല. പല ഭക്ഷണങ്ങളും കഴിക്കുവാനേ പറ്റത്തില്ല. പലതും കഴിക്കുമ്പോൾ വോമിറ്റ് ചെയ്യാനായിട്ട് വരും. ഇങ്ങനെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ചില കുഞ്ഞുങ്ങൾ ഉണ്ട്, യുവതികളുണ്ട്, അല്ലെങ്കിൽ വിശ്വാസികളുണ്ട്. അതും ഒരു ഈവിൾ അറ്റാക്കാണ്. ചിലർക്കാണെങ്കിൽ ഭക്ഷണം ക്രമത്തിൽ കഴിക്കുവാൻ കഴിവുള്ള വ്യക്തികളുണ്ട്. വിശ്വാസികളുടെ ഇന്നിവിടെ ആയിരിക്കുന്നവരിൽ തന്നെ ക്രമത്തിൽ ഭക്ഷണം കഴിക്കുവാൻ, മിതമായിട്ട് ഭക്ഷണം കഴിക്കുവാനായിട്ട് കഴിയുന്ന വ്യക്തികളും ഇവിടെ ഉണ്ട്. ചിലർക്കാണെങ്കിൽ ഭക്ഷണത്തോട് ഇഷ്ടമുണ്ട്, എങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ അവർ ഭക്ഷണം നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന, എഫർട്ട് എടുത്ത് നിയന്ത്രിച്ചു കൊണ്ടുപോകുന്ന വ്യക്തികൾ നമ്മളുടെ കൂട്ടത്തിൽ ഇവിടെ ഇരിപ്പുണ്ടാകും. പിന്നെ ഒരു കൂട്ടരെന്ന് പറയുന്നത് ഡെലിവറൻസ് ആവശ്യമുള്ളവരാണ്. അമിത ഭക്ഷണം, ഒരു കാരണവശാലും ഭക്ഷണം നിയന്ത്രിക്കുവാനായിട്ട് പറ്റാത്ത ഒരു കൂട്ടരും ഇതിനകത്ത് ഇരിപ്പുണ്ട്. അത് നമ്മൾ പഴയ ആൾക്കാരൊക്കെ പറയുന്നത് പോലെ ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന പോലെ ജീവിക്കുന്ന, ഒരു തരത്തിലും ഭക്ഷണത്തെ ഉപേക്ഷിക്കുവാനായിട്ട് പറ്റാത്ത, എവിടെ ഭക്ഷണം കണ്ടാലും അല്ലെങ്കിൽ വെറൈറ്റികൾ ഇങ്ങനെ നിരന്തരമായിട്ട് ട്രൈ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്ന കുഞ്ഞുങ്ങൾ, എന്ത് ഭക്ഷണം കണ്ടാലും കഴിക്കാൻ തോന്നുക, ഒരു തരത്തിലും നിയന്ത്രിക്കുവാനായിട്ട് പറ്റാത്ത കുഞ്ഞുങ്ങളുണ്ട്. അത് വലിയ ഈവിൾ അറ്റാക്കാണ്. ചിലർക്കത് പാരമ്പര്യമായിട്ട് കൈമാറി കിട്ടിയതാണെന്ന് അവരുടെ ജീവിതം പഠിച്ചു നോക്കിയാൽ അപ്പനുണ്ടായിരുന്നു, അല്ലെങ്കിൽ അമ്മയ്ക്കോ അപ്പനോ ഒക്കെ അമിത ഭക്ഷണം കഴിക്കുന്ന ശീലമുണ്ടായിരുന്നു. അത് മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് വീണ്ടും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇങ്ങനെ കൈമാറി വരുന്ന ഭക്ഷണശീലമുള്ള വ്യക്തികളെ ഇതിനകത്ത് ഇരിപ്പുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 4ാമത്തെ കാറ്റഗറിക്ക് ഒരു പക്ഷേ ഡെലിവറൻസിലൂടെ മാത്രമാണ് ഈ ഭക്ഷണത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കത്തുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ വചനം പഠിക്കുമ്പോഴെല്ലാം നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, ഇതുവരെ ഞാൻ സംസാരിച്ചത് വച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഈ പർപ്പസിലേക്ക് മൂവ് ചെയ്യുവാൻ, നിയോഗത്തിലേക്ക് കടക്കുവാനായിട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് യുവാക്കൾ, നിങ്ങളിൽ പലരും പല തരത്തിലുള്ള ശുശ്രൂഷകൾക്ക് മാത്രമല്ല ഇത് തടസ്സം. നിങ്ങളുടെ നിയോഗങ്ങൾക്ക്, പർപ്പസിന്, അതായത് ഡോക്ടറാവാൻ ഉദ്ദേശിക്കുന്നവരുണ്ട്, എഞ്ചിനീയർ ആവാൻ കോൾ കിട്ടിയവരുണ്ട്, ദൈവം ദൂത് തന്നവരുണ്ട്, അതുപോലെ ടീച്ചറാകുവാനായിട്ട് ദൂത് തന്നവരുണ്ട്. ഏത് കോള് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇത് ഏതിൽ നിന്ന് വേണമെങ്കിലും നിങ്ങളെ തെറ്റിച്ചു കളയുവാനായിട്ട് സാത്താന് സാധിക്കും. അതായത് നിങ്ങൾ ഒരു മേഖല, അതായത് നിങ്ങളൊരു ടീച്ചർ ആകുമെന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ദൂത് പറഞ്ഞിരിക്കുന്നെങ്കിൽ ആ ഒരു മേഖലയിൽ ഒഴികെ വേറെ എവിടേക്ക് വേണമെങ്കിലും സാത്താൻ നിങ്ങളെ പോകുവാനായിട്ട് അനുവദിക്കും. ആ മേഖലയിലാണ് നിങ്ങൾ സക്സസ് ആകുവാനായിട്ട് പോകുന്നത്. നിങ്ങൾ ടീച്ചറായി പോയാലാണ് കുറെ കുഞ്ഞുങ്ങളെ ഒരു പക്ഷേ ദൈവത്തിലേക്ക് നേടുവാനായിട്ട് സാധിക്കുക, ക്രമത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുക. അതുകൊണ്ട് ആ മേഖലയിൽ മാത്രം നിങ്ങളെ പോകുവാനായിട്ട് സമ്മതിക്കത്തില്ല. അപ്പോൾ ഒരു കുട്ടിക്ക് ഡോക്ടറാകുവാനായിട്ട് ഒരു കോൾ കിട്ടിയെന്ന് വയ്ക്കുക, എങ്ങനെ അവളെ ഉറക്കത്തിലേക്ക് തള്ളിവിടാം, എങ്ങനെ പഠിക്കാതെയാക്കാം, ഇതെല്ലാം ഭക്ഷണത്തിലൂടെ സാത്താന് മാനിപ്പുലേറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും.
അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണക്രമം, പ്രത്യേകിച്ച് ഈ യൂത്ത്, നിങ്ങളുടെ ഭക്ഷണക്രമം നന്നായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എത്രത്തോളം ക്രമീകരിക്കുവാനായിട്ട് പറ്റുമോ അത്രത്തോളം ക്രമീകരിക്കുക. നമ്മൾ ഇന്നലെ ഉപവാസ പ്രാർത്ഥനയിൽ ധ്യാനിച്ച ഒരു ഭാഗമുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 25 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ പറഞ്ഞു, നിലം ഒരുക്കിയിട്ടിട്ട് ജീരകം നടുന്നു. കർത്താവ് വചനം പറയുന്നു, ജീരകം നടുന്നു, കരിഞ്ജീരകം നടുന്നു, ഗോതമ്പ് വിതയ്ക്കുന്നു, യവം വിതയ്ക്കുന്നു, അതുപോലെ ചെറു ഗോതമ്പ് വിതയ്ക്കുന്നു. നിലം ഒരുക്കിയിട്ടിട്ട് പല പല വിത്തുകൾ വിതയ്ക്കുകയാണ്. ഞാനും നിങ്ങളുമൊക്കെ കർത്താവിൻ്റെ സൃഷ്ടികളാണ്. നമ്മളെ എല്ലാവരെയും ഓരോരോ സ്ഥലത്ത് കർത്താവ് നട്ടിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാം. ഇവിടെ ഈ വചനം വായിക്കുമ്പോൾ പറയുന്നു, നിലം ഒരുക്കിയിട്ട് കരിഞ്ജീരകത്തെ വിതയ്ക്കുന്നു, ഒരു സ്ഥലത്ത് വിതയ്ക്കുന്നു, അതുപോലെ ജീരകത്തെ വിതയ്ക്കുന്നു, ഗോതമ്പ് ഉഴവ് പാളിയിൽ വിതയ്ക്കുന്നു, യവം അതിൻ്റെ സ്ഥാനത്ത് വിതയ്ക്കുന്നു, അതുപോലെ ചെറു ഗോതമ്പ് അരികെ വിതയ്ക്കുന്നു. ഏത് വിത്ത് എവിടെ വിതയ്ക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമാണ്. നിങ്ങളെ ഒരു ഭവനത്തിൽ ആക്കി വെച്ചിരിക്കുന്നു, എന്നെ വേറൊരു ഭവനത്തിൽ ആക്കി വെച്ചിരിക്കുന്നു, വേറൊരു സാഹചര്യത്തിൽ, പലരെയും പല ഭവനങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല നിലങ്ങളിൽ വിതച്ചിരിക്കുന്നു. ചിലര് ജീരകമാണ്, ചിലര് കരിഞ്ജീരകമാണ്, ചിലത് ഗോതമ്പാണ്, ചിലര് യവമാണ്. നിങ്ങൾക്കൊക്കെ വേണ്ടത് വ്യത്യസ്ത തരത്തിലുള്ള പരിപാലനമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഗോതമ്പിന് കൊടുക്കേണ്ട പരിപാലനമല്ല, ശുശ്രൂഷയല്ല, പരിപാലിക്കുന്നത് പോലെ അല്ല യവത്തെ പരിപാലിക്കേണ്ടത്. ഗോതമ്പ് നടുന്നിടത്തല്ല ജീരകം നടുന്നത്. ഓരോന്നിനും ചേരുന്ന നിലത്ത് നിങ്ങളെ നടേണ്ട ഭവനങ്ങളിൽ, നിങ്ങൾ ആയിരിക്കേണ്ട സാഹചര്യങ്ങളിൽ നിങ്ങളെ ആക്കിയിരിക്കുന്നു. പലപ്പോഴും യൂത്ത് പരാതി പറയുന്ന കേട്ടിട്ടുണ്ട്, ഈ ഭവനത്തിൽ ജനിച്ചത് കൊണ്ടാണ്, ഈ മാതാപിതാക്കളുടെ വീട്ടിൽ ജനിച്ചത് കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയത് എന്നൊക്കെ പരാതി പറയുന്ന യുവാക്കളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ നിങ്ങളെ ഒരു സ്ഥലത്ത് ആക്കി വച്ചിരിക്കുന്നത്, ഒരു നിലത്ത് നട്ടിരിക്കുന്നത് ദൈവമാണ്. അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് നമുക്ക് ആർക്കും അവകാശമില്ല. നിങ്ങൾക്ക് ലഭിക്കേണ്ട പരിപാലനത്തിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുന്നത് പോലെ ഓരോരുത്തരുടെയും നിയോഗം അനുസരിച്ച്, ഗോതമ്പാണോ ജീരകമാണോ കരിഞ്ജീരകമാണോ, ഓരോന്നിൻ്റെയും നിയോഗം അനുസരിച്ച് എന്ത് ഫലമാണ് നിങ്ങൾ കായ്ക്കേണ്ടത് അതനുസരിച്ച് നിങ്ങളുടെ കോൺസെക്രേഷൻ, പരിച്ഛേദനയ്ക്ക് വ്യത്യാസമുണ്ട്. നിങ്ങൾ ഭക്ഷണത്തിൽ കൊണ്ടുവരേണ്ട ക്രമത്തിനും വ്യത്യാസമുണ്ട്. എൻ്റെ ക്രമം നിങ്ങൾക്ക് പറഞ്ഞു തരുവാനായിട്ട് പറ്റത്തില്ല. ഒരു പക്ഷേ ദൈവം ഒത്തിരി ടൈറ്റായിട്ട് എന്നെ പിടിക്കുന്നുണ്ടാകാം, നിങ്ങൾക്ക് അത്രയും ക്രമം വേണ്ടി വന്നെന്ന് വരത്തില്ല. ചിലപ്പോൾ ഞാൻ എടുക്കുന്നതിനേക്കാൾ വലിയ കോൺസെക്രേഷൻ നിങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും. നിങ്ങൾ പോകേണ്ട മേഖല ഏതാണ്, നിങ്ങളുടെ പർപ്പസ് എന്താണ്, നിങ്ങളുടെ നിയോഗം ഏത് മേഖലയിൽ കിടക്കുന്നു, ഇതനുസരിച്ച് നിങ്ങൾ പരിച്ഛേദന എടുക്കേണ്ടതായിട്ട് വരും. പ്രത്യേകിച്ച് നമ്മളിന്ന് ഭക്ഷണത്തിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭക്ഷണക്രമത്തിൽ നമ്മൾ പരിച്ഛേദന എടുക്കേണ്ടതായിട്ട് വരും. ഈ പരിച്ഛേദന എടുക്കാതിരിക്കുമ്പോഴാണ് കോൽ കൊണ്ടും വടി കൊണ്ടുമൊക്കെ ദൈവത്തിന് നമ്മളെ അടിക്കേണ്ടതായിട്ട് വരുന്നത്. ചിലപ്പോൾ മെതിവണ്ടി ഉരുട്ടേണ്ടതായിട്ട് വരുന്നത് ഈ ഒരു നിയോഗത്തിലേക്ക് കയറാതിരിക്കുമ്പോഴാണ്. ഈ നിയോഗത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഭക്ഷണമാണ് എന്ന് എൻ്റെ ജീവിതം കൊണ്ടും പറയുവാനായിട്ട് സാധിക്കും. ഞാൻ അമിത ഭക്ഷണം കഴിക്കുന്ന ആളാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ദൈവം ഓരോരോ ഭക്ഷണങ്ങൾ മാറ്റി വെക്കുവാനായിട്ട് എന്നോട് ആവശ്യപ്പെടാറുണ്ട് പല സീസണിൽ. അതുപോലെ ഉപവാസങ്ങൾ സ്ട്രിക്റ്റായിട്ട് എടുക്കുവാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പലപ്പോഴും ആലോചന തരാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഭക്ഷണത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷകൾക്കായിട്ട് തയ്യാറെടുക്കുന്നവര്, അതുപോലെ ദൈവത്തിൻ്റെ ദർശനം കിട്ടണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം, വചന വെളിപ്പാടുകൾ ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ ജീവിതത്തിൽ ഭക്ഷണത്തിൽ ഒത്തിരി ക്രമം വരുത്തേണ്ടതായിട്ട് ആവശ്യമുണ്ടെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. യേശു കർത്താവിൻ്റെ ജീവിതം നമ്മൾ നോക്കിയാൽ 3.5 വർഷക്കാലം കർത്താവ് ഇവിടെ ശുശ്രൂഷ ചെയ്തതായിട്ട് നമുക്കറിയാം. ഈ 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയ്ക്ക് തൊട്ട് മുന്നേ ആയിട്ട് 40 ദിവസം സാത്താൻ യേശുവിനെ പരീക്ഷിക്കാനായിട്ട് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. ഈ പരീക്ഷ കഴിഞ്ഞ ശേഷം
40 ദിവസത്തെ ഉപവാസം കഴിഞ്ഞ ശേഷം യേശുവിനെ ആദ്യമായിട്ട് സാത്താൻ പരീക്ഷിക്കുന്നത് ഭക്ഷണത്തിലാണ്. സാത്താൻ യേശുവിനോട് പറയുന്നു, ഈ കല്ലിനെ അപ്പമാക്കുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. അന്ന് യേശു കർത്താവ് ആ പരീക്ഷയിൽ വീണ് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ സാത്താൻ പറഞ്ഞ ആ കെണിയിൽ അകപ്പെട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ, ഒരു പക്ഷേ 3.5 വർഷക്കാലത്തെ കർത്താവിൻ്റെ ശുശ്രൂഷയും ദൗത്യവും താഴെ വീഴുമായിരുന്നു. കർത്താവ് അതിന് തയ്യാറായിരുന്നെങ്കിൽ, അവിടെ കർത്താവ് വീണ് പോയിരുന്നെങ്കിൽ, ഒരു പക്ഷേ മാനവരാശിയെ രക്ഷിക്കുവാനായിട്ട് യേശു കർത്താവിന് സാധിക്കത്തില്ലായിരുന്നു. എന്നാൽ സാത്താൻ്റെ കെണി തിരിച്ചറിഞ്ഞിട്ട് കർത്താവ് അത് മനസ്സിലാക്കി സാത്താനെ തോൽപ്പിച്ചത് കൊണ്ടാണ്, ആദ്യമായിട്ട് ഭക്ഷണത്തിലാണ് ടെസ്റ്റ് വരുന്നത്, അതിൽ തോൽപ്പിച്ചത് കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും രക്ഷയുടെ അനുഭവത്തിൽ ആയിരിക്കുവാനായിട്ട് ഇടയായി തീർന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ പഴയ നിയമ ഭാഗം പഠിക്കുമ്പോൾ, നമ്മൾ ആദ്യം മുതൽ പഠിക്കുമ്പോൾ പല മേഖലകളിൽ പർപ്പസിൽ നിന്ന് വീണ് പോയ വ്യക്തികളെ നമുക്ക് കാണാം. ആദാമും ഹവ്വയും വീണ് പോയി, അതുപോലെ ഏശാവ് വീണ് പോയി. ഇങ്ങനെ ശിംശോൻ ഭക്ഷണത്തിലല്ലെങ്കിലും ശിംശോനും പർപ്പസ് പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചില്ല. ഇങ്ങനെ നിരവധി വ്യക്തികൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വീണ് പോയത് കൊണ്ട് നിയോഗത്തിൽ നിന്ന് താഴെ വീഴുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമ്മൾ ഒരു വ്യക്തിയെ പഠിക്കുമ്പോൾ അദ്ദേഹം തൻ്റെ നിയോഗം വ്യക്തമായിട്ട് പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ് ദാനിയേൽ. ദാനിയേലിന്റെ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും, ദാനിയേൽ എങ്ങനെയാണ് തൻ്റെ ജീവിതം ക്രമീകരിച്ചതും ദാനിയേൽ എങ്ങനെയാണ് ആ ഒരു പർപ്പസിലേക്ക് മൂവ് ചെയ്തതെന്നും ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് ചരിത്രം പഠിക്കുമ്പോൾ അറിയാം, ദാനിയേലിനെ പ്രവാസത്തിൽ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു. 70 വർഷത്തെ പ്രവാസത്തിലേക്ക് യഹൂദ ജനത്തെ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ കൂടെ പിടിച്ചുകൊണ്ട് പോയ 4 വ്യക്തികളാണ് ദാനിയേലും ശദ്രക്, മേശക്, അബേദ്നഗോ. ഇങ്ങനെ 4 വ്യക്തികളും കൂടെ ഈ പ്രവാസത്തിൽ ബാബിലോണിലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ട് നമുക്കറിയാം. ഇതിൽ ഈ ഒത്തിരി യുവാക്കളെ ബാബിലോണിയ പ്രവാസത്തിലേക്ക് കൊണ്ടുപോയി 70 വർഷത്തെ പ്രവാസത്തിലേക്കാണ് പിടിച്ചുകൊണ്ട് പോയത്. അവിടെ കൊണ്ടുപോയിട്ട് നെബുക്കദ്നേസർ രാജാവിന്റെ, ബാബിലോണിലെ രാജാവായ നെബുക്കദ്നേസറിന്റെ കൽപ്പന പ്രകാരം കുറെ യുവാക്കളെ തിരഞ്ഞെടുക്കുകയാണ് രാജാവിന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട്. ബാബിലോൺ എന്ന് പറയുന്നത് മ്ലേച്ഛതയുടെ, സമൃദ്ധിയുടെ ഒക്കെ ദേശമാണ്. ലൂസിഫറിന്റെ ദേശം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു ദേശമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. അത്രയേറെ സമൃദ്ധിയുള്ള ഒരു ദേശമാണ് ബാബിലോൺ. ഈ ബാബിലോണിലേക്കാണ് യഹൂദ ജനത്തെ പ്രവാസത്തിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നിട്ട് കുറെ യുവാക്കളെ തിരഞ്ഞെടുക്കുന്നു. നെബുക്കദ്നേസറിന്റെ രാജധാനിയിൽ ശുശ്രൂഷകരായിട്ട് നിയമിക്കുവാനായിട്ട് യഹൂദന്മാരുടെ ഇടയിൽ നിന്ന് ഒരു കൂട്ടം യുവാക്കളെ തിരഞ്ഞെടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്യുവാനായിട്ട് തുടങ്ങിയാണ്. അതിനകത്ത് 1-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ രാജാവിൻ്റെ ഭോജനം കൊടുത്തിട്ട്, രാജാവ് ഭക്ഷിക്കുന്ന ഭോജനം, മദ്യം, വീഞ്ഞ് ഒക്കെ കൊടുത്ത് ഈ യുവാക്കളെ നല്ല ബലവാന്മാരാക്കി 3 വർഷം കൊണ്ട് വളർത്തിയെടുക്കുവാനായിട്ട് ബാബിലോണില് നെബുക്കദ്നേസർ രാജാവിന്റെ കൽപ്പന വരുന്നു. ഈ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളുടെ കൂട്ടത്തില് ദാനിയേലുണ്ട്, ശദ്രക്കുണ്ട്, മേശക്കുണ്ട്, അബേദ്നഗോവുണ്ട്. ഇങ്ങനെ 4 യുവാക്കളും കൂടെ ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതില് ഈ 4 വ്യക്തികള് അവരോട് രാജകീയ ഭോജനം കഴിക്കുവാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ ഈ വ്യക്തികള് പറയുകയാണ്, ഞങ്ങൾക്ക് ശാഖ പദാർത്ഥം മാത്രം മതി, രാജാവിന്റെ ഭോജനം വേണ്ട എന്ന് പറഞ്ഞിട്ട് ദാനിയേല് ഈ ഭക്ഷണം, ഈ 4 പേരും ഈ രാജാവിന്റെ ഭക്ഷണം, മദ്യവും വീഞ്ഞും ഒക്കെ കലർന്ന രാജാവിന്റെ ഭക്ഷണം ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് തുടർന്നങ്ങോട്ട് ഈ ദാനിയേലിന്റെ പർപ്പസ് എന്ന് പറയുന്നത് 70 വർഷത്തേക്ക് ഈ യഹൂദ ജനത്തെ
പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയി ഇവരെ അതിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ട നിയോഗം കിടക്കുന്നത് ദാനിയേലിന്റെ പുറത്താണ്. ഈ ദാനിയേലിനെയാണ് അവിടെ പരീക്ഷിക്കുന്നത്. രാജകീയമായിട്ടുള്ള ഭോജനം കൊടുത്ത് അവന്റെ നിയോഗത്തിൽ നിന്ന് തെറ്റിക്കുവാനായിട്ട് സാത്താൻ ശ്രമിക്കുന്നത്. എന്നാൽ ദാനിയേൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്. നമ്മളും പലപ്പോഴും നമ്മൾക്ക് കർത്താവിന്റെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, ഭക്ഷണത്തിൽ ക്രമം തെറ്റിക്കുവാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾക്ക് പിടിച്ചു നിൽക്കുവാനായിട്ട് പറ്റാതെ വരും. ഇപ്പോൾ നമ്മളൊരു ഫംഗ്ഷന് പോകുന്നു, കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാതെ നമുക്ക് ടെംപ്റ്റേഷൻ വരും. നമ്മൾ കർത്താവിനോട് മാപ്പൊക്കെ പറഞ്ഞിട്ട് നോൺ വെജ് ഒരു ദിവസത്തേക്ക് എന്ന് പറഞ്ഞിട്ട് നോൺ വെജ് ഒക്കെ എടുത്ത് കഴിക്കും. പക്ഷേ ഇവിടെ ദാനിയേല് ആ ഒരു രാജകീയ ഭോജനമാണ് ദാനിയേലിനും കൂടെയുള്ള സുഹൃത്തുക്കൾക്കും ഒരുക്കിയിരിക്കുന്നത്. എന്നാൽ ദാനിയേൽ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറുന്നില്ല. തൻ്റെ പേർപ്പസിൽ നിന്ന്, നിയോഗത്തിൽ നിന്ന്, ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് വ്യതിചലിക്കുവാനായിട്ട് ദാനിയേൽ ആഗ്രഹിക്കുന്നില്ല. ദാനിയേൽ അങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് ഈ രാജകീയ ഭോജനം വേണ്ട, 10 ദിവസം ഞങ്ങളെ പരീക്ഷിച്ചു നോക്കുക. രാജകീയ ഭോജനം കഴിക്കുന്ന വ്യക്തികളെക്കാളും ആരോഗ്യത്തോടുകൂടി ഞങ്ങളെ കാണുവാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പിന്നീട് നിയോഗത്തിലേക്കുള്ള ദാനിയേലിന്റെ യാത്ര നമ്മൾ നോക്കിയാൽ നിരവധി പ്രതിസന്ധികൾ ഈ 4 വ്യക്തികളും നേരിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ശദ്രക്, മേശക്കും അബേദ്നെഗോവും തീയിൽ കൂടെ കടന്നു പോകുന്നു. ദാനിയേലിന് സിംഹ കുഴിയിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. നമ്മളുടെ ജീവിതത്തിലും ഈ ക്രമമില്ലെങ്കിൽ, ഈ ഭക്ഷണ കാര്യത്തിലെ ക്രമം വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പരീക്ഷകളെ ജയിക്കണമെങ്കിൽ ദാനിയേലിന് സിംഹക്കുഴിയെ ജയിക്കുവാനായിട്ട്, ആ സിംഹത്തിന്റെ മുൻപിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് സാധിച്ചത് അവന്റെ ജീവിതത്തിലെ ക്രമമാണ്. അത് തുടങ്ങിയത് ഭക്ഷണത്തിൽ നിന്നാണ്. ഭക്ഷണം, രാജകീയ ഭോജനം, സാത്താന്റെ അല്ലെങ്കിൽ ലൂസിഫറിന്റെ ഭോജനം ഉപേക്ഷിച്ചിട്ട് താൻ ക്രമത്തിൽ നിന്നതുകൊണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വിട്ടുപോകുവാനായിട്ട് ഇടയായില്ല. യെരുശലേമിനെ നോക്കി 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി യെരുശലേമിലേക്ക് മടങ്ങിപ്പോകണമെന്ന്, ആ ദൈവത്തിന്റെ പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആഗ്രഹിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്ന വ്യക്തി സിംഹത്തിന്റെ കുഴിയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോഴും അവന് നിൽക്കുവാനായിട്ട് സാധിച്ചത് ഈ ജീവിതത്തിൽ പാലിച്ച ആ ക്രമമാണ്. ആ ക്രമത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് അവൻ കഴിച്ചിരുന്ന ഭക്ഷണമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ ഈ ബാബിലോണിലായിരിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് ഒരു സ്വപ്നം കാണുന്നു. ഈ സ്വപ്നം കാണുമ്പോൾ അത് വ്യാഖ്യാനിക്കുവാനായിട്ട് ഒത്തിരി വ്യക്തികൾ വരുന്നു, വിദ്വാൻമാർ വരുന്നു, ജ്ഞാനികൾ വരുന്നു. ആർക്കും തന്നെ ഈ സ്വപ്നം വ്യാഖ്യാനിച്ച് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ദാനിയേൽ വരികയാണ് ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട്. ഇവിടുത്തെ വെല്ലുവിളി എന്ന് പറയുന്നത് സ്വപ്നം രാജാവ് പറഞ്ഞു കൊടുക്കത്തില്ല. ദാനിയേൽ തന്നെ സ്വപ്നം കണ്ടുപിടിക്കണം, എന്നിട്ട് ആ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കണം. ദാനിയേൽ രാത്രിയിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി ദർശനത്തില് ദാനിയേലിന് ദൈവം സ്വപ്നവും അതിൻ്റെ അർത്ഥവും, നെബൂഖദ്നേസർ കണ്ട സ്വപ്നവും സ്വപ്നത്തിന്റെ അർത്ഥവും ദാനിയേലിന് മനസ്സിലാക്കി കൊടുക്കുന്നതായിട്ട്, പറഞ്ഞു കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അടുത്ത ദിവസം ദാനിയേൽ പോയിട്ട് ഈ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ദാനിയേലിനോട് പറയുകയാണ്, ഒത്തിരി വ്യക്തികൾ വന്നു ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ട്. ഈ സ്വപ്നം വ്യാഖ്യാനിക്കുവാനായിട്ടോ അല്ലെങ്കിൽ ആ സ്വപ്നം എന്താണെന്ന് പറയുവാനോ ഈ ആർക്കും തന്നെ സാധിച്ചില്ല. അപ്പോൾ ദാനിയേലിന്റെ ഒരു മറുപടി എന്ന് പറയുന്നത്, ജഡവാസമില്ലാത്ത വ്യക്തികൾക്ക് മാത്രമാണ് ഈ സ്വപ്നം കണ്ടുപിടിക്കാനും അതിൻ്റെ അർത്ഥം പറയുവാനും സാധിക്കത്തുള്ളൂ. ജഡവാസമുള്ള വ്യക്തികൾക്ക് എത്രത്തോളം നമ്മുടെ ജഡത്തെ നമ്മൾ ഉപേക്ഷിക്കണം, ജഡത്തെ കൊല്ലണമെന്ന് ദാനിയേലിന്റെ ഈ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. തുടർന്ന് ദാനിയേലിന്റെ ജീവിതം പഠിച്ചാൽ പിന്നീട് ദാനിയേൽ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ, ദർശനങ്ങൾ വ്യാഖ്യാനിക്കുന്നതിൽ വിവേകമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് വചനം പറയുന്നു. തുടർന്ന് 9-ാം അധ്യായം വായിക്കുമ്പോൾ ദാനിയേൽ തൻ്റെ നിയോഗത്തിലേക്ക് കയറുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാനിയേലിന്റെ നിയോഗം എന്ന് പറയുന്നത് യഹൂദന്മാരെ യെരുശലേമിലേക്ക് മടക്കി കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ദാനിയേലിന്റെ നിയോഗം. ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം വായിക്കുമ്പോൾ
ദാനിയേലിന് ഒരു ഇരമ്യാ പ്രവാചകൻ എഴുതിയ ഒരു പുസ്തക ചുരുള് ദാനിയേലിന്റെ കയ്യിൽ കിട്ടുന്നു. ഈ പുസ്തക ചുരുളിലൂടെയാണ് അദ്ദേഹം കാലസംഖ്യ ഗ്രഹിക്കുമ്പോൾ മനസ്സിലാകുന്നു 70 വർഷം കഴിയുമ്പോൾ ഇസ്രായേൽ ജനത്തിന്, യഹൂദ ജനത്തിന് തങ്ങളുടെ ദേശത്തേക്ക് പ്രവാസത്തിൽ നിന്ന് മടങ്ങിപ്പോകുവാനായിട്ട് ദൈവത്തിന്റെ ആലോചനയുണ്ടെന്ന് ദാനിയേൽ മനസ്സിലാക്കുന്നു. ഇത് എന്നിട്ട് 70 വർഷമായിട്ടും യഹൂദ ജനത്തിന് വിടുതൽ ലഭിക്കാത്തത് കാരണം ദാനിയേൽ 21 ദിവസം ഉപവാസത്തിലേക്ക് കയറുന്നതായിട്ട് 9-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഓരോ ദിവസവും ദാനിയേൽ അന്ന് ഉപവാസം എടുത്തത് ഭക്ഷണം മുഴുവനായിട്ട് ഉപേക്ഷിച്ചിട്ടല്ല, സ്വാദ് ഭോജനങ്ങൾ ഉപേക്ഷിച്ചു, മാംസം ഉപേക്ഷിച്ചു, വീഞ്ഞ് ആസ്വദിക്കത്തില്ലെന്ന് തീരുമാനിച്ചിട്ട് ദാനിയേൽ ദൈവത്തോട് നിലവിളിക്കുകയാണ്. യെരൂശലേമിന്റെ ഭാവി എന്താകും? എന്നാണ് യഹൂദന്മാർക്ക് യെരൂശലേമിലേക്ക് മടങ്ങി പോകുവാനായിട്ട് സാധിക്കുക എന്ന് ദാനിയേൽ ദൈവത്തോട് നിലവിളിക്കുമ്പോൾ ദൈവം ദാനിയേലിന് മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയും യെരൂശലേമിന്റെ ഭാവി എന്താകുമെന്ന് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ക്രമത്തിൽ നിന്നതുകൊണ്ട്, ഭക്ഷണത്തിൽ ക്രമം പാലിച്ചതുകൊണ്ട്, രാജകീയ ഭോജനം വേണ്ട എന്ന് വച്ചതുകൊണ്ട്, നെബൂഖദ്നേസറിന്റെ ആഹാരം, രാജകീയമായ ഭക്ഷണം, മദ്യം, വീഞ്ഞ് ഒക്കെ ഉപേക്ഷിച്ചതുകൊണ്ട് ദാനിയേലിന് തൻ്റെ പർപ്പസിലേക്ക് കയറുവാനായിട്ട് സാധിച്ചു. ഇരമ്യാ പ്രവാചകന്റെ പുസ്തക ചുരുള് വ്യാഖ്യാനിക്കുവാനായിട്ട് സാധിച്ചു. യഹൂദ ജനത്തെ യെരൂശലേമിലേക്ക് മടക്കി കൊണ്ടുപോകുന്ന നിയോഗം പൂർത്തിയാക്കുവാനായിട്ട് സാധിച്ചുവെന്ന് ഈ വചനം പഠിക്കുമ്പോൾ, ദാനിയേലിന്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ വചനത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ, വചനത്തിൽ ഉടനീളം നോക്കിയാൽ ഭക്ഷണം വിശ്വാസികളുടെ ജീവിതത്തിൽ ഒരു കെണിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ യൂത്തിൻ്റെ ജീവിതമൊക്കെ നോക്കിയാൽ, എൻ്റെ വീട്ടിൽ ഞാൻ നോക്കുമ്പോൾ എന്നും അവരിരുന്ന് ഡിസ്കസ് ഒക്കെ ചെയ്യുന്നത് ഏത് റെസ്റ്റോറൻറ്റിൽ പോകാം, എവിടെ പോയാലും മന്തി കിട്ടും, എവിടെ പോയാലും ഷവർമ കഴിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ചർച്ചകൾ നടക്കുന്നത്. അതുപോലെ നമ്മൾക്ക് ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് തോന്നുന്ന ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുന്നതൊക്കെ എൻ്റെ വീട്ടിൽ ഞാൻ എപ്പോഴും കാണാറുണ്ട്. ഞാൻ തടയാൻ അധികം ശ്രമിക്കാറില്ല. ദൈവം ഒരു റെവലേഷൻ അല്ലെങ്കിൽ ഒരു വെളിപ്പാട് കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ അവരെ താനെ നിർത്തിക്കോളും എന്നാണ് എൻ്റെ ഒരു വിചാരം. എന്തുകൊണ്ടാണ് ദൈവം നമ്മളോട് ഈ ഭക്ഷണത്തിൽ ക്രമം പാലിക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാത്താന് നമ്മളുടെ ജീവിതത്തിൽ ഇടപെടുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പർപ്പസ് എന്ന് മാത്രമല്ല, നിങ്ങളുടെ ജഡ സ്വഭാവത്തെ സ്ട്രെങ്തൻ ചെയ്യുവാനായിട്ട് സാത്താന് ഏറ്റവും എളുപ്പം കഴിയുക നിങ്ങളുടെ ഭക്ഷണത്തിൽ ക്രമം തെറ്റിച്ചുകൊണ്ടാണ്. ഏത് മേഖലയിലും നിങ്ങൾ പല ഞാൻ പറഞ്ഞു, പല പാപങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. ഇത് ഭക്ഷണത്തിലൂടെ ഈ ജഡ സ്വഭാവം സ്ട്രെങ്തൺ ആകുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റു പല പാപങ്ങളിലേക്കും പോയി വീഴുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇപ്പം ഭക്ഷണം നോക്കിയാൽ പണ്ട് കാലത്തെ പോലെ അല്ല ഇന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നമ്മൾ യൂട്യൂബിൽ നോക്കിയാലും റെസ്റ്റോറൻറ്റുകളിൽ നോക്കിയാലും നമ്മുടെ എല്ലാ സെൻസസിനെയും അട്രാക്റ്റ് ചെയ്യുന്ന വിധത്തിൽ, തൊട്ടാൽ ഭയങ്കര സോഫ്റ്റ് ആണെന്ന് പറയും, അതുപോലെ കാഴ്ചയ്ക്ക് മനോഹരമായിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടാകും, ഭയങ്കര നല്ല മണമുണ്ടാകും, നല്ല ഫ്ലേവർ ഉണ്ടാകും, ടേസ്റ്റ് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാകും. എത്ര അൺഹെൽത്തി ഫുഡായാലും നമ്മുടെ ഇന്ദ്രിയങ്ങളെ, നമ്മുടെ സെൻസസിനെ അട്രാക്റ്റ് ചെയ്യത്തക്ക വിധത്തിൽ, നമ്മുടെ സെൻസസിനെ തോൽപ്പിക്കത്തക്ക വിധത്തിൽ ആണ് പല ഭക്ഷണങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ ശരീരത്തെ നശിപ്പിച്ചു കളയും എന്നതിൽ ഒരു സംശയവുമില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം അതിൻ്റെ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ വചനം പറയുന്നു, ദൈവത്തിന്റെ മന്ദിരമാണ് നമ്മുടെ ശരീരം, ദൈവത്തിന്റെ ദാനമാണ് നമ്മുടെ ശരീരം. ആ ശരീരത്തെ നശിപ്പിച്ചു കളയുവാനായിട്ട് നമുക്ക് അവകാശമില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ ശരീരത്തെ യേശു കർത്താവ് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 19-20 വാക്യങ്ങൾ. നമ്മുടെ ശരീരത്തിൽ, ദൈവത്തിന്റെ മന്ദിരമായ നമ്മുടെ ശരീരത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. നമ്മുടെ ശരീരത്തെ ദൈവം ജീവൻ കൊടുത്ത് യേശു കർത്താവ്
കർത്താവ് ജീവൻ കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കുവാനായിട്ട് പാടുള്ളൂ. ഇങ്ങനെയുള്ള നമ്മുടെ ശരീരങ്ങളെ നശിപ്പിക്കുവാനായിട്ട് സാത്താൻ ഒരുക്കിയിരിക്കുന്ന വലിയ കെണിയാണ് ഇന്നത്തെ ഭക്ഷണ രീതി എന്ന് പറയുന്നത്. പലപ്പോഴും നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളോട് ഭക്ഷണം കഴിക്കരുത്, നിങ്ങൾ പട്ടിണി കിടക്കണം, ഇങ്ങനെയൊന്നും അല്ല ബൈബിൾ ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുക. ഏതെങ്കിലും മേഖലയിൽ ഭക്ഷണത്തിൽ ക്രമക്കേടുണ്ടോ? നിങ്ങൾക്കത് വ്യക്തികൾ അവരവരുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ശരീരമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ നശിപ്പിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങൾ ക്രമമായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെങ്കിൽ, ദർശനങ്ങൾ കാണുന്ന വ്യക്തികൾ, സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികൾ, പ്രവചന ശബ്ദമൊക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമാണ്. എവിടെയെങ്കിലും വച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ക്രമം തെറ്റുന്നെങ്കിൽ, നിങ്ങളുടെ ദർശനങ്ങൾ ഈ പറഞ്ഞ പോലെ ക്രമം തെറ്റുന്നു, അല്ലെങ്കിൽ ദർശനങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ല, സ്വപ്നങ്ങൾ കാണാനായിട്ട് പറ്റുന്നില്ല, വചന വെളിപ്പാടുകൾക്ക് ക്ലാരിറ്റി കുറയുന്നു, ഡെപ്ത് കുറയുന്നു, മെസ്സേജുകളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിന് ഡെപ്ത് കുറയുന്നു, അല്ലെങ്കിൽ വെളിപ്പാടുകൾ വരുന്നില്ല, ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ദൈവശബ്ദമുള്ള വ്യക്തികളെയൊക്കെ വേഗത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഭക്ഷണത്തിലൂടെ സാത്താന് സാധിക്കുന്നത്. വേഗത്തിൽ ദൈവശബ്ദത്തെ തെറ്റിച്ചു കളയുവാനായിട്ട് സാധിക്കും, ദൈവത്തിൻ്റെ ദൂതുകളെ തെറ്റിച്ചു കളയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് ദൈവശബ്ദമുള്ള വ്യക്തികളോട് പല മേഖലകളിലും ഭക്ഷണത്തിൽ ക്രമം പാലിക്കാനും ഉപവാസങ്ങളിലേക്ക് പോകുവാനും ഒക്കെ ആവശ്യപ്പെടുന്നത്. നമ്മൾ ഈ മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മളുടെ ഒരു ശീലമാണ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ ഇങ്ങനെ ആഹാരം അമിതമായിട്ട് കഴിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ നമ്മുടെ ഒരു ചിന്തയെന്ന് പറയുന്നത് ഒത്തിരി ആഹാരം കഴിച്ചാലാണ് ആരോഗ്യമുണ്ടാകുക. വീട്ടിലെ ഭക്ഷണമായാലും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ അമിതമായിട്ട് ഭക്ഷണം കൊടുക്കും. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടുന്ന ഒരു കെണിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുക. നാളെ അവർ ഓവർ ഈറ്റിങ്ങിലേക്ക് പോകും, അമിത ഭക്ഷണം കഴിക്കുന്ന വ്യക്തികളായിട്ട് മാറുകയും സാത്താൻ അവരെ ഉപയോഗിക്കുവാനായിട്ട്, അവരുടെ ജീവിതത്തിന്റെ ക്രമം തെറ്റിച്ചു കളയുവാനായിട്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ക്രമം തെറ്റിച്ചു കളയുവാനായിട്ട്, അവരുടെ നിയോഗത്തിന്റെ ക്രമം തെറ്റിച്ചു കളയുവാനായിട്ടൊക്കെ പറ്റും. ഇന്ന് നമുക്ക് ധാരാളം ഭക്ഷണം അവൈലബിൾ ആണ്. അതൊക്കെ നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ കൊടുക്കുന്നതിൽ ഞാൻ പല മാതാപിതാക്കളെയും കണ്ടിട്ടുണ്ട്. അവരെ ആഹാരം കൊടുത്താൽ മാത്രമേ ആ കുഞ്ഞ് ജീവിക്കത്തുള്ളൂ, അതിന് ആരോഗ്യം ഉണ്ടാകത്തുള്ളൂ എന്ന ക്രമത്തിലാണ് ആഹാരം കഴിപ്പിക്കുന്നത്. ദൈവമാണ് കുഞ്ഞിന് ആരോഗ്യം കൊടുക്കുന്നത്, ദൈവമാണ് ഒരു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് മിതമായിട്ട് ആഹാരം കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിയാൽ അവര് ഭക്ഷണത്തിൽ ക്രമത്തിൽ ജീവിക്കുവാനായിട്ട് ഇടയായിത്തീരും. പല കുഞ്ഞുങ്ങളും നോർമലായിട്ടാണ് ജനിക്കുന്നത്. ജനിക്കുമ്പോൾ അവര് നല്ല ആരോഗ്യമുള്ള നോർമൽ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ മാതാപിതാക്കൾ ഓവർ ഫീഡ് ചെയ്ത് അവരുടെ ഉള്ളിൽ സാത്താൻ കയറുന്ന വിധത്തിൽ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. വേറെ കുറെ ഗ്രൂപ്പ് ഓഫ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് അവർക്ക് പാരമ്പര്യമായിട്ട് ഈ അമിത ഭക്ഷണത്തിൻ്റെ ഒരു സ്പിരിറ്റ് കൈമാറ്റം ചെയ്യപ്പെട്ട് കിട്ടിയ കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഡെലിവറൻസിലേക്ക് പോയെങ്കിൽ മാത്രമാണ് അവർക്ക് പൂർണ്ണമായിട്ടും ഒരു വിടുതൽ കിട്ടുവാനായിട്ട് സാധിക്കത്തുള്ളൂ, അവരുടെ ഈ ടെൻഡൻസി മാറി കിട്ടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഏത് ഭക്ഷണമാണ് നല്ലത്? ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ: കർത്താവിൻ്റെ രക്തവും ശരീരവും. യേശു കർത്താവ് നമ്മളെ പഠിപ്പിച്ച, നമുക്ക് തന്നിരിക്കുന്ന യേശു കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. നമ്മൾ എടുക്കുന്ന കമ്മ്യൂണിയനാണ് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ വിശ്വാസ ജീവിതത്തിൻ്റെ വളർച്ചയ്ക്ക്, നിലനിൽപ്പിന്, ഒരു യഥാർത്ഥ വിശ്വാസിക്ക് കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ ഏറ്റവും നല്ല ഭക്ഷണം എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്. ഈ നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ കമ്മ്യൂണിയൻ മാത്രം കഴിച്ച് ഇന്നും ജീവനോടിരിക്കുന്ന വ്യക്തികൾ ജീവിച്ചിരിപ്പുണ്ട്. വേറെ ഒരു ഭക്ഷണവും എടുക്കാതെ സഭയിൽ നിന്ന് കിട്ടുന്ന കമ്മ്യൂണിയൻ മാത്രം കഴിച്ച് ജീവിക്കുന്ന വ്യക്തികൾ കേരളത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. അതുകൊണ്ട് അങ്ങനെയും ജീവിക്കുന്ന ആളുകളുണ്ട്. അമിത ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതുപോലെ ദൈവം പ്രൊമോട്ട് ചെയ്യുന്ന മറ്റൊരു ഭക്ഷണം എൻ്റെ ജീവിതത്തിൽ നിന്ന് പറയുന്നത് ഫ്രൂട്ട്സ് ആണ്.
എപ്പോഴും നൈറ്റ് ഫുഡ് ഫ്രൂട്ട്സ് ആക്കുവാൻ അങ്ങനെയൊക്കെ ദൂതുകൾ വരാറുണ്ട്. പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് ഫ്രൂട്ടാണ്. നമ്മൾ ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കിയാൽ നിരവധി രോഗങ്ങൾ നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തെ, കഴിഞ്ഞ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ലൈഫ് നോക്കിയാലും ഇന്ന് നമ്മൾ കാണുന്ന രോഗങ്ങൾ നോക്കിയാലും നിങ്ങളെ നിയോഗത്തിൽ നിന്ന്, പർപ്പസിൽ നിന്നൊക്കെ തെറ്റിച്ച് കളയുവാനായിട്ട്, കുഞ്ഞുങ്ങളെ രോഗിയാക്കുവാനായിട്ട്, യങ് ഏജിൽ തന്നെ ഡയബറ്റിക് ആക്കുക, BP കൊണ്ടുവരിക, പല രോഗങ്ങൾ നിങ്ങളുടെ മേലിട്ടിട്ട് നിങ്ങളെ കഷ്ടപ്പെടുത്തുവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ നിയോഗത്തിൽ നിന്ന് ബ്ലോക്ക് ചെയ്യുവാനായിട്ട് സാത്താന് സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഭക്ഷണത്തിലൂടെ തന്നെയാണ് നിങ്ങളിലേക്ക് സാത്താൻ കടക്കുന്നത്. ഇന്ന് നമ്മൾ പല വ്യക്തികളുടെ ജീവിതങ്ങൾ നോക്കിയാലും ഒരു 5 പേരെ എടുത്താൽ ഒരാൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലൂടെ കടന്നു പോകുന്നവരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതെല്ലാം ഇന്നത്തെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചിട്ടാണ് നമ്മളിൽ പലരും, ഇന്ന് ഇവിടെ ഇരിക്കുന്നവരിൽ പലരും രോഗികളായി മാറുന്നത്, ഹാർട്ട് പേഷ്യൻസ് ആയി മാറുന്നത്, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ, ഭക്ഷണത്തിലെ വ്യതിയാനം കൊണ്ട് ക്യാൻസർ ഉണ്ടാകുമെന്ന് കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ നിരവധി രോഗങ്ങളിലേക്ക് നിങ്ങളെ കടത്തിവിടുവാനായിട്ട്, ആങ്സൈറ്റി ഉണ്ടാക്കുവാനായിട്ട്, നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ അഫക്റ്റ് ചെയ്യുവാനായിട്ട് ഒക്കെ സാത്താന് ഭക്ഷണത്തിലൂടെ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ഭക്ഷണക്രമത്തിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യേണ്ടത് ഏറ്റവും അത്യാവശ്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇതിൽ ഓരോ വ്യക്തിക്കും ഓരോ രീതിയിലാണ് വിടുതൽ എന്നതുകൊണ്ട് എന്താണ് ഇതിൻ്റെ ഏറ്റവും ശരിയായ സൊല്യൂഷൻ എന്ന് എനിക്ക് നിങ്ങളോട് ജനറലി പറഞ്ഞു തരാനായിട്ട് പറ്റത്തില്ല. നിങ്ങളുടെ ജീവിതങ്ങളെ നിങ്ങൾ തന്നെ തിരിഞ്ഞു നോക്കിയിട്ട് എവിടെയാണ് ക്രമം തെറ്റിക്കിടക്കുന്നത്, ആ മേഖലകളിൽ നിങ്ങൾ ക്രമം കൊണ്ടുവന്നാൽ, ഭക്ഷണത്തിൽ ക്രമം കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്പിരിച്വലി എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് പറ്റും. അതൊരു ഉറപ്പിച്ച ഒരു കാര്യമാണ്. അതുപോലെ ദർശനങ്ങളെ ദർശിക്കുവാനായിട്ട് സാധിക്കും. അതുപോലെ ഇന്റർപ്രിട്ടേഷൻസ്, ദർശനത്തിന്റെ ഇന്റർപ്രിട്ടേഷൻസ് കിട്ടുവാനായിട്ട് സാധിക്കും. പ്രവചന ശബ്ദങ്ങൾ നിങ്ങളിൽ നിന്ന് പുറത്തു വരുവാനായിട്ട് സാധിക്കും. ഇവിടെ ഇരിക്കുന്ന പലരിലും ദൈവശബ്ദം പുറത്തു വരാത്തത്, അല്ലെങ്കിൽ ഒരു ദർശനം കണ്ടു, 2 ദർശനം കണ്ടു, പിന്നീട് ദർശനം ഒന്നും വരാതിരിക്കുന്നതൊക്കെ നിങ്ങളിലെ ഈ ഭക്ഷണത്തിന്റെ ക്രമം ഒന്ന് ശരിയാക്കിയാൽ, ദൈവം പരിശുദ്ധാത്മാവ് ആവശ്യപ്പെടുന്ന വിധത്തിൽ ക്രമപ്പെടുത്തിയാൽ ആത്മീക ജീവിതത്തിൽ വലിയ നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് ഉയരുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ വിഷൻസിന് ക്ലാരിറ്റി ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ഫുഡ് ക്രമപ്പെടുത്തി നോക്കുക. രാത്രി ഭക്ഷണങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുക. സ്വപ്നങ്ങൾ കാണുന്ന പലരും ഇതിനകത്തിരിക്കുന്നുണ്ട്. നിങ്ങളുടെ രാത്രി ഭക്ഷണത്തെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ മാനിപ്പുലേറ്റഡ് ആക്കുവാനായിട്ട് സാധിക്കും. ക്രമത്തിൽ ഭക്ഷണം കഴിച്ചാൽ, ഈ ഭക്ഷണത്തിൽ ശ്രദ്ധ പുലർത്തിയാൽ ഇങ്ങനെ ആത്മീക ജീവിതത്തിൽ ഒത്തിരി വർധനവ് പ്രാപിക്കുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ നിയോഗത്തിലേക്ക് കയറുവാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ആത്മീക ജീവിതവും ഭൗതിക ജീവിതവും ഒരുപോലെ വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.